ഇനി കണ്ണൂരിലേക്കാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂർഖൻ പാമ്പ്. കാർഡിയോളജി വിഭാഗത്തിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. പരിഭ്രാന്തരായി രോഗികൾ ഓടി. ജീവനക്കാർ പിന്നീട് പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇന്നലെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, എങ്ങനെയാണ് അവിടെ പാമ്പ് എത്തിയത്? പാമ്പിനെ പിടികൂടാൻ സാധിച്ചോ? രാജി, ഇത് ആദ്യമായിട്ടുള്ള കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പാമ്പിനെ കണ്ടെത്തുന്നത്. ഇതിന് മുൻപേയും പലതവണ ഈ വിവിധ വാർഡുകളിലെ ശുചിമുറികളിലും ഉൾപ്പെടെ ഈ പാമ്പിനെ കണ്ടെത്തുകയും പിന്നീട് ഈ പാമ്പ് പിടുത്തക്കാർ വന്നതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തൊരു സാഹചര്യം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്നലെയാണ്, അതായത് ഇന്നലെ കാർഡിയോളജി വിഭാഗത്തിലെ ശുചിമുറിയിലാണ് ഈ മൂർഖൻ പാമ്പിനെ കണ്ടത്. ചില ആളുകൾ ഈ ശുചിമുറിയിലേക്ക് പോകാൻ എത്തിയ സമയത്താണ് പാമ്പിനെ അവിടെ കണ്ടത്. തുടർന്ന് അവർ പരിഭ്രാന്തരായി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അവിടെയുള്ള ജീവനക്കാരെ ഈ വിവരം അറിയിക്കുകയും അവർ വന്ന് ഈ പാമ്പിനെ പിടികൂടി കൊണ്ടുപോവുകയുമായിരുന്നു. നമുക്കറിയാം, നിരവധി രോഗികൾ ദിവസവും ചികിത്സ തേടി എത്തുന്ന ഒരു സ്ഥലമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഇത്തരത്തിൽ പാമ്പും മറ്റു ജീവികളുമൊക്കെ കയറുന്നൊരു സാഹചര്യമുള്ളത്. ഏതായാലും ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പാമ്പുകൾ കയറി ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജി, എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. കാർഡിയോളജി വിഭാഗത്തിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. രോഗികളൊക്കെ പരിഭ്രാന്തരായി ഓടി. ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും പാമ്പുകൾക്കൊക്കെ സ്വൈരവിഹാരം നടത്താനുള്ള ഇടമായി ആശുപത്രികൾ മാറുകയാണോ എന്ന സംശയമുണ്ട്. എന്തായാലും ജീവനക്കാർ പിന്നീട് ഈ പാമ്പിനെ പിടികൂടുകയും ചെയ്തു. മിഥുൻ പിള്ളയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.